പിശാചേ, ആ തള്ള പറഞ്ഞത് കേട്ടോ? 5 മക്കളെ പോലെ ആ ഡ്രൈവർ ചെക്കന് അവകാശം കൊടുക്കുമെന്ന്. ഉള്ള സമയം കൊണ്ട് അവനെ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നില്ലേടി നിനക്ക്? ഓ ദൈവമേ, ആ പണ്ടാർത്തലയുടെ മനസ്സിൽ ഇതാണുള്ളതെന്ന് ഞാൻ അറിയണ്ടേ? കല്യാണി, അവര് പറഞ്ഞല്ലോ ഇവൾ 5 എണ്ണത്തിനെ പ്രേമിച്ചെന്ന്. സത്യമാണോ? അതവരുടെ കണ്ണിന്റെ കുഴപ്പാ ചേച്ചി. ഇന്നലെ ഉറക്കത്തിൽ കിടന്ന് ധർമ്മനാങ്ങളെ ഭീമനാങ്ങളെ എന്ന് ഇവള് വിളിച്ചല്ലോ. നീ ഉറങ്ങുമ്പോ നീ അറിയോ? ഞാനല്ലേ അറിയാ. ഓ, എന്തായാലും നാണക്കേടായി പോയി. അവരിത്രയും ചീത്ത പറഞ്ഞിട്ടും തിരിച്ചൊന്നും പറയാനും പറ്റിയില്ല. ആ പിള്ളേര് കോംപ്രമൈസ് ചെയ്യൂന്ന് ആരെങ്കിലും അറിഞ്ഞോ? ശവങ്ങള്. ചേച്ചി, ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. അമ്മ എന്തിനാ അവരൊക്കെ എന്റെ ആങ്ങളമാരാന്ന് പറഞ്ഞേ? എടി, പ്രേമിക്കുന്നതിന്റെ ബാലപാഠം എന്താണെന്ന് നിനക്കറിയോ? നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മള് നമ്മുടെ ആങ്ങളമാരായിട്ട് കാണണം. നീ പഠിച്ചു വെച്ചോ. ധർമ്മനാങ്ങള, ഭീമനാങ്ങള, അർജുനാങ്ങള, നകുലനാങ്ങള, സഹദേവനാങ്ങള, പിന്നെ കരുണേട്ടൻ. കരുണേട്ടനോ? ആ, ഇനി അതേ ഉള്ളൂ പ്രതീക്ഷ. അമ്മയുടെ ഒരു കാര്യം, ഇനി ഞാൻ അയാളെയും പ്രേമിക്കേണ്ടി വരുമോ? അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കുന്ന നല്ല കുട്ടിയുടെ ലക്ഷണം. കരുണേട്ടൻ. ആ, ശരിയാക്കാൻ ചേട്ടാ. ആ, ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആ, ഓക്കെ ഓക്കെ. ആ, എടാ മക്കളെ. എന്താ ആരാ ഫോണില്? സുധാകരൻ മാമയെ വിളിച്ചത്, ഡൽഹിന്ന്. നിങ്ങളുടെ ഒക്കെ വിശേഷങ്ങൾ ചോദിച്ചു. ഓഹോ, കൊറേ കാലമായിട്ട് സുധാകരൻ മാമയുടെ വിശേഷമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓ, ഏട്ടന് തിരക്കല്ലേ? അനുരാധയുടെ കാര്യം പറയാനാ വിളിച്ചത്. അതൊരു പഴയ സിനിമാ നടിയല്ലേ അമ്മേ? സിനിമാ നടിയല്ല, ഏട്ടന്റെ മോള്. അവള് വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ് നിക്കുക. അമ്മേ, ഞങ്ങൾക്ക് പെണ്ണാലോചിക്കാനാണെങ്കിൽ പറയണ്ട, നടക്കില്ല. നിനക്കൊക്കെ ഉള്ള പെണ്ണാലോചന നിർത്തി ഞാൻ. ഹോ, ഭാഗ്യം. ആ, അവക്ക് എന്തോ ഒരു റിസർച്ച്, അത് കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാവും. അമ്മ സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ? അവക്ക് ഈ നാട്ടിൽ വേറെ ആരെയാ പരിചയമുള്ളത്? അമ്മ, അത് ശരിയാവില്ല. അവൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്നോട്ടെ. ഞാൻ വാക്ക് പറഞ്ഞിട്ട് തിരുത്താനോ? ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ടായ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് അറിയാമല്ലോ. ഇവക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അവളെ കോവിലകത്തെ കുട്ടിയാ. ആ, മാറ. പോയി പിടി. അമ്മേ, എവിടത്തെ കുട്ടിയായാലും വരണ്ട. അമ്മേ, ഈ ഡൽഹിയിലൊക്കെ പഠിച്ചു വളർന്ന കുട്ടികളെ പറ്റി അമ്മ കേട്ടിട്ടില്ലേ? അവള് വന്ന് ഞങ്ങളെ വഴി തെറ്റിച്ചാലോ? ഓ, നിങ്ങളൊക്കെ ഇപ്പൊ നേരായ വഴിയിലൂടെയാ നടക്കുന്നെന്നാണല്ലോ ധാരണ. എടാ, ദൂരെ ദിക്കിന്ന് വരുന്ന ഒരു പെൺകുട്ടിക്ക് ഇതിലും സുരക്ഷിതമായ ഒരു സ്ഥലം കൊടുക്കാനുണ്ടോ? ആ, നിന്നെ കൊണ്ടൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. ആ, പിന്നെ ഞാൻ സമ്മതിച്ചു, അവള് വരും. ഒരുത്തനും ഇങ്ങോട്ടൊന്നും പറയണ്ട. അമ്മേ, ഏട്ടാ, ഇത് അപകടം. അവള് വേറൊരു താമരയാണെങ്കിലോ? നമ്മളിൽ ഒരാൾക്ക് ദുഷ്പേര് വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഈ ആൺ സാമ്രാജ്യത്തിൽ ഒരു പെണ്ണ് വേണ്ട. അമ്മ അറിയാതെ തന്നെ നമ്മൾ അവളുടെ വരവ് തടയണം. എങ്ങനെ? വാ.